കള്ളപ്രചരണങ്ങൾ വാസ്തവവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഭരണസമിതി അറിയിക്കുന്നു. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ യാതൊരു വിധത്തിലുള്ള ഭരണസ്തംഭനമില്ല എന്നും വാർഷിക പദ്ധതികൾ കൃത്യമായ രൂപത്തിൽ ആസൂത്രണം ചെയ്ത് പ്രൊജക്റ്റുകളാക്കി നിർവഹണം നടത്തി മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ കൃത്യമായി നടത്തി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കി വരുന്ന നിരവധി പ്രൊജക്റ്റുകളിൽ കുറ്റിക്കുരുമുളക് പദ്ധതി നടപ്പാക്കിയത് കൃഷി ഓഫീസർ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായിട്ടുള്ള പദ്ധതിയാണ്. അവർ നിയമാനുസൃതമായിട്ടുള്ള ഗുണഭോക്തൃ വിഹിതം വാങ്ങി അഗ്രോ സർവീസ് സെന്റർ മുഖേനയാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. കൃഷി ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥയായിട്ടുള്ള കുറ്റിക്കുരുമുളക് തൈ വിതരണം അനുമതി ആരോപണം നടത്തിയിട്ടുള്ളവർ അത് തെളിയിക്കാനായി ഞാൻ വെല്ലുവിളിക്കുകയാണ്. റോഡുകളുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച ആരോപണം CPM ഉന്നയിക്കുമ്പോൾ പദ്ധതി വിഹിതം സമയബന്ധിതമായി നൽകാത്തത് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്തുമാണ് പല ഫണ്ടുകളും നൽകാത്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഭരണസമിതി അക്ഷീണം പ്രവർത്തിച്ചതിന്റെ ഫലമായി മികച്ച എക്സ്പെൻഡിച്ചർ കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വാർഷിക പദ്ധതിയുടെ അവസാന ഗഡു ഗവൺമെന്റ് മാർച്ച് മാസം അവസാനം പേരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിൽ ഇടുകയും പിറ്റേ പ്രവൃത്തി ദിവസം തന്നെ അപ്രഖ്യാപിത ട്രഷറി അടവ് സർക്കാർ നടത്തുകയും വഴി കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അവസാന ഗഡു പദ്ധതി വിഹിതം ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല. കൂടാതെ മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ അവസാന ഗഡു ഗവൺമെന്റ് നൽകിയതുമില്ല. അതിനു പുറമെ അയ്യങ്കുന്ന് പഞ്ചായത്തിനോട് സ്വദേശ സ്വയംഭരണ വകുപ്പ് വിവേചനം കാണിക്കുകയും ഉദ്യോഗസ്ഥന്മാർ തസ്തികയിലുള്ള കുറവുകളിലേക്ക് നിയമനം നടത്താതെ പഞ്ചായത്തിനെ വീർപ്പുമുട്ടിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഒരു ഘട്ടത്തിൽ ജീവനക്കാരില്ലാതെ വന്നപ്പോൾ ഭരണസമിതി ഒറ്റക്കെട്ടായി പ്രതികാത്മകമായി പഞ്ചായത്ത് സെക്രട്ടറിയുടെ കസേരയിൽ കെടിപിയറുകളെ അവകളെ വെച്ച് സമരം നടത്തുന്ന ഗതികേടുണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും CPM പാർട്ടിയുമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം അട്ടിമറിക്കാനും പഞ്ചായത്തുകൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാനും പഞ്ചായത്തുകൾക്ക് കാലാകാലങ്ങളിൽ ലഭ്യമാക്കേണ്ട പദ്ധതി വിഹിതവും മറ്റ് തുകകളും ലഭ്യമാക്കാതെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ തരാതെ വകുപ്പുകൾ ഏകീകരണം കൊണ്ട് ഉദ്യോഗസ്ഥ പുനർവിന്യാസം അട്ടിമറിച്ചതും അതിന് നേതൃത്വം കൊടുത്ത CPM പാർട്ടിയാണ് ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങളുടെ യഥാർത്ഥ കാരണക്കാർ. കൃത്യമായ ആസൂത്രണവും ഇടപെടലും കൊണ്ട് ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജനപിന്തുണയോട് കൂടി ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് ജനകീയ സഹകരണത്തോടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ പഞ്ചായത്തിന്റെ നല്ല പ്രവർത്തനങ്ങളിൽ വിരളി പൂണ്ട ഇടതുപക്ഷവും CPM-ഉം ജില്ലാ കഥകൾ പ്രചരിപ്പിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിത സമരങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്തിന്റെ തനതുമന്റെ സ്വരൂപണം നികുതി പിരിവ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ കടമയാണ്. അത് 100% കൈവരിക്കുവാനും പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വികസന ഗുണത്തിലൂടെ ആണെന്നാലും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളുടെ പിന്തുണയോടുകൂടി നാളിതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ നയങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉദ്യോഗസ്ഥരെ ലഭിക്കാതെ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാത്രമാണ് അയ്യങ്കുന്നിൽ നേരിട്ടിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അയ്യങ്കുന്നിനോട് CPM ഗവൺമെന്റ് കാണിക്കുന്ന, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആവശ്യമായ ജീവനക്കാരെ നൽകാൻ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യണം. കുരുമുളകിന് വലിയ അഴിമതി 250 കുരുമുളകിന് അത് നമ്മളൊരു പദ്ധതിക്കകത്ത് അതിനൊരു മാർക്കറ്റിൽ ഒരു വിലയുണ്ട്. അത് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്ന ഒരു വില കൂട്ടി നമുക്ക് കൊടുക്കാനോ കുറച്ച് കൊടുക്കാനോ പറ്റും. അപ്പോൾ അത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അത് കറക്റ്റായിട്ട് അതിന്റെ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ മാർഗനിർദ്ദേശം അനുസരിച്ച് എത്രയാണോ ഉള്ള റേറ്റ് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ഓഫീസർക്കാണ് അതിന്റെ ഇത് വെക്കുക. അപ്പോൾ അവരത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് എത്രയാണ് ചെയ്യാൻ പറ്റുന്നത്. 4 ചട്ടിക്കകത്തുള്ള കുരുമുളകിനാണ് നമ്മൾ 250 രൂപ വാങ്ങിക്കുന്നത്. ജീവനക്കാരുടെ തസ്തിക ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഉദ്യോഗസ്ഥ തസ്തികയിൽ നമുക്ക് LSTD വിങ്ങിൽ നമ്മുടെ റോഡുകളുടെ എല്ലാം പ്രധാനമായിട്ട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട AEയുടെ വിങ്ങിൽ നമുക്ക് 7 മാസമേ 2 ഓവർസിയർമാർ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നതാണ്. ആ 2 ഓവർസിയർമാരിൽ ഒരാൾ
പ്രൊമോഷനായിട്ട് ഒന്ന് ട്രാൻസ്ഫറായി മറ്റൊരാളെ ഒന്ന് ട്രാൻസ്ഫർ ആക്കി. അപ്പോൾ പകരം നമുക്ക് ഓഫീസർമാരെ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ റോഡിന്റെ അല്ലെങ്കിൽ മറ്റു മെയിൻ്റനൻസ് വർക്കുകളെല്ലാം നടത്തേണ്ടത് LSA വിഭാഗത്തിൻ്റെയാണ്. അപ്പോൾ അവിടെ ഒട്ടാകെ നമുക്കുള്ളത് ഫ്രഷായിട്ട് അപ്പോയിൻമെന്റ് ചെയ്തിട്ടുള്ള ഒരു AE മാത്രമാണ്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇങ്ങോട്ടൊന്നുമില്ലേ? പകൽ വീടിന്റെ കാര്യം, പകൽ വീട് പഞ്ചായത്ത് ഭരണസമിതി പകൽ വീട് അവരൊരു ചട്ടമേളത്തിൽ പറഞ്ഞിട്ട് നമുക്ക് സ്ഥലം തരികയും പകൽ വീട് നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ ഈ നമ്മുടെ മാർച്ച് മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ അവിടെ നമ്മുടെ വയോജനങ്ങൾ ആവശ്യപ്പെട്ടു നമുക്ക് അവിടെ കുടിവെള്ള സൗകര്യം ഉണ്ടായിരുന്നു, വെള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെള്ളമായതിനു ശേഷം മാത്രം ഇത് പ്രവർത്തിച്ച് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾ തന്നാൽ മതി എന്ന് അവർ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ പഞ്ചായത്ത് ഭരണസമിതി അതിനുവേണ്ടി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അവിടെ ബോർവെല്ലിന് പൈസ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ മാർച്ച് മാസത്തിനുള്ളിൽ ആ പദ്ധതി നടപ്പാകും. അപ്പോൾ നമുക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം വെള്ളമില്ലാതെ നമുക്കത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. അന്ന് അതിന് ശേഷമാണ് ആ സാധനം കാര്യങ്ങൾക്ക് വെള്ളത്തിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളും അതിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നോക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്.